പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തുള്ളവരാകുന്നു. നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളുടെ സൃഷ്ടിതാവും ജീവന്റെ പരിപാലകനുമായി വാണരുളുന്ന നിത്യദൈവമായ ത്രിയേക ദൈവമേ, ത്രിയേക ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ദിവസത്തിന്റെ പ്രഭാതം കൃപയായി ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, സ്തോത്രം ചെയ്യുന്നു. സർവ്വ ചരാചരങ്ങൾ സൃഷ്ടിച്ച ദൈവമേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ നാഥ ഒരാഴ്ചയുടെ നന്മകൾ അനുഭവിച്ച ഞങ്ങൾക്ക് ഈ മാസത്തിന്റെ അവസാന ഞായറാഴ്ച കർത്താവെ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നാഥ നവമാധ്യമങ്ങളിലൂടെ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയ്ക്ക് സ്തുതി സ്തോത്രങ്ങൾ കരേറ്റുവാനും രക്ഷകനായ യേശുവേ, അവിടുന്ന് കൃപയായി ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ത്രിയേക ദൈവമേ, ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ ഭാഗ്യത്തെ നാഥ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ അവരവരുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസി സമൂഹത്തെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ കൃപയും സാന്നിധ്യവും ഈ ആരാധനയുടെ ആദിയോടന്തം നൽകി ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമീൻ. ദൈവ നാമ മഹത്വത്തിന് സ്തുതിക്കുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 9-ാം ഗീതം, ദൂതർ വാഴ്ത്തും ദൈവമേ നിൻ നാമം ഞാനും വാഴ്ത്തട്ടെ,
ദൂതർ മർഥ്യ നാഥനെ നിൻ ഗീതം ഞാനും പാടട്ടെ എന്നാരംഭിക്കുന്ന 9-ാം ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് ആലപിക്കാം. ഗീതം ഞാനും
ആരാധനക്രമങ്ങളിൽ 7-ാം പുറം സ്തുതി ലിത്താനികളിൽ 5-ാം ഭാഗം നമുക്ക് പ്രാർത്ഥനയുടെ ക്രമമായി ഉപയോഗിക്കാം. ആരാധനക്രമം 7-ാം പുറം സ്തുതി ലിത്താനികളിൽ 5-ാം ഭാഗം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു, അവിടുന്ന് സത്യ ദൈവവും നിത്യ ജീവനും ആകുന്നു. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനയോടെ വെച്ച് നൽകുവാൻ നമ്മുടെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ മുട്ടുകുത്തി ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ, കുറവുകളെ ദൈവമുമ്പാകെ ഏറ്റവും വിനയത്തോടെ ഏറ്റുചൊല്ലാം, പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയങ്ങളോടുകൂടെ ദൈവത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ നിന്ന് പോയുള്ള എല്ലാ പിഴവുകളെയും കുറവുകളെയും ദൈവമുമ്പാകെ നമുക്ക് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. പലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയ നമ്മുടെ മനസ്സ്, ദൈവ വചനത്തിൽ നിന്നും അകന്നു പോയ നമ്മുടെ ഹൃദയം, കർത്താവിനെ വേണ്ടവണ്ണം ആരാധിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും പിന്മാറിപ്പോയ നിമിഷങ്ങൾ, ഇവയെ ഓർത്തുകൊണ്ട് അനുതാപ ഹൃദയത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവമുമ്പാകെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ ജീവിതങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ആ ദൈവത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാമോ? തിരുവചനം ഇപ്രകാരം പറയുന്നു: ഇസ്രായേലേ, നിന്റെ ദൈവമായ കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരാമോ? ഒരു നിമിഷം മൗനമായി ദൈവസന്നിധിയിൽ, കർത്താവേ, ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ പിഴവുകളോ, അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും സ്വഭാവങ്ങളോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പിതാവേ, ഞങ്ങളോട് പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനഃപൂർവമായ മാനസാന്തരത്തോടും പശ്ചാത്താപത്തോടും നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ 12-ാം പുറത്തിൽ കാണുന്ന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഓരോ അനുതാപ പ്രാർത്ഥനയുടെ പിന്നാലെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്
ദൈവജനത്തിന് പ്രതിവാക്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. 12-ാം പുറം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തന്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായുള്ളവേ, അടിയാരുടെ അഭയാചനകൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും രമ്യവുമായ ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ഏറെ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ കാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തു പോയ അക്രമങ്ങൾ, ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചു പോയിട്ടുള്ള ശണ്ഠകൾ ഓർത്തും മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനവും ഉണ്ടാക്കുന്ന ലഭിച്ച എല്ലാ നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ അല്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടി അങ്ങയെ സമീപിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങൾ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവൻ. തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിനെ രുചിച്ചറിയുന്ന മക്കൾക്ക് കർത്താവ് വല്ലഭനായി എല്ലാ കാലത്തും കൂടെയുണ്ട് എന്നുള്ളത്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത വേളയിൽ യേശു ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതി സ്തോത്രം കരേറ്റാം. അതോടൊപ്പം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അന്തർലീനമായിരിക്കുന്ന ദൈവമെന്ന സത്യം, ആ ത്രിത്വത്തെ വിശ്വസിച്ചുകൊണ്ട് ആ ത്രിത്വത്തിന്റെ പാദപിടത്തിൽ കടന്നു വന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് പറയാമോ? യേശുവേ, ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് ക്ഷമിച്ചല്ലോ നാഥ, ഞങ്ങളിലെ കുറവുകളെ അവിടുന്ന് ക്ഷമിച്ചല്ലോ പിതാവേ. ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളുമായി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഫലമേൽപ്പിക്കുന്നു എന്നേറ്റു പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ കർത്താവിനോട് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നോ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും
മധ്യേ വാസമായിരിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തിനുമായ ജീവനുള്ള കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതാ. സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ, ജീവനുകളുടെ ദേശത്ത് ഞങ്ങളുടെ നല്ല പങ്കായ കർത്താവേ, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേകമാകുന്ന ദൈവിക സത്യത്തെ കർത്താവേ അറിയുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന പിതാവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അപ്പനമ്മമാരിലൂടെ, പൂർവ്വപിതാക്കന്മാരിലൂടെ, സഭയിലെ ശ്രേഷ്ഠന്മാരിലൂടെ ഒക്കെ കർത്താവേ ആ ദൈവിക സത്യം മനസ്സിലാക്കിയ ഞങ്ങൾ കർത്താവേ, കർത്താവായ യേശുവേ, പിതാപുത്രനായ ദൈവത്തെ കർത്താവേ ഞങ്ങൾ പൂർണ്ണമായി രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവേ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയാൽ കർത്താവേ അനുദിനം ത്രിയേക ദൈവത്തിൽ വാസം ചെയ്യുവാനും അവിടുത്തെ അത്ഭുതങ്ങളെ അനുഭവിച്ചറിയുവാനും രക്ഷകനായ യേശു തിരുകൃപയാൽ ഞങ്ങളെ സഹായിച്ച് അവിടെ നിന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റമില്ലാത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടേണ്ട, എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. യേശുവേ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം കർത്താവേ, ആ നാമത്തിൽ വിശ്വസിപ്പാനും ആ നാമത്തിൽ ജീവിപ്പാനും ആ നാമത്തെ വിളിച്ചപേക്ഷിപ്പാനും ഒക്കെ കർത്താവേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ആ വലിയ ഭാഗ്യത്തെ ഓർത്ത്, അവസരത്തെ ഓർത്ത് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത് ഈ നാമത്തിലാകുന്നു കർത്താവേ, യേശു എന്ന നാമത്തിൽ കർത്താവേ ഞങ്ങൾ ജീവിക്കുന്നു കർത്താവേ. ഈ ലോക ജീവിത യാത്രയിൽ അപ്പ ഞങ്ങൾ എത്ര ഞെരുക്കപ്പെട്ടാലും കഷ്ടപ്പെട്ടാലും കർത്താവേ, രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരായാലും കടഭാരങ്ങളാൽ മൂടപ്പെട്ടാലും കർത്താവേ, ഞങ്ങൾ നിന്ദിതരായാലും അപമാനിതരായാലും കർത്താവേ, ഞങ്ങൾക്കുള്ളിലുള്ള ദൈവമെന്ന സത്യം കർത്താവേ ഞങ്ങൾക്കുള്ളിൽ പകർന്നിരിക്കുന്ന ആ ആളത്വത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ കർത്താവേ, യേശു ക്രിസ്തു എന്ന രക്ഷകൻ കർത്താവേ, ആ ലോകരക്ഷകന്റെ തേജസ് കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വേളകളിലും അനുഭവിക്കുവാൻ രക്ഷകനായ യേശുവേ അവിടുന്ന് തിരുകൃപയായി ഞങ്ങളെ സഹായിക്കുന്നല്ലോ, സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിലപ്പ ഞങ്ങളുടെ സന്നിധിയോളം ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവേ ജീവിതത്തിന്റെ പകുതിയിൽ വെച്ച് നശിച്ചു പോകാതെ വണ്ണം എന്റെ യേശു അപ്പന്റെ പാദമെടുത്ത് ഞങ്ങൾ ചുംബിക്കുന്നു കർത്താവേ. വിശ്വാസത്തോടെ കർത്താവേ അങ്ങയുടെ പാദത്തെ ഞങ്ങൾ ചുംബിക്കുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കണമേ, കർത്താവ് ഞങ്ങളുടെ ഒരു രൂപാന്തരം വരുത്തണമേ കർത്താവേ. അങ്ങനെ കർത്താവേ രൂപാന്തരം പ്രാപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ ദേശം കർത്താവേ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവേ അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ ഈ ലോകത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, നന്ദിയോടെ സ്തോത്രമപ്പ. കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവം ഞങ്ങളെ വഴി നടത്തിയല്ലോ കർത്താവേ. അവിടെ നൽകിയ എല്ലാവിധമായ സ്വർഗീയ സൗഭാഗ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഉള്ളുരുകി പ്രാർത്ഥിച്ച വേളകൾ കർത്താവേ, യേശുവേ എന്ന് നിലവിളിച്ച ആമീൻ കർത്താവേ ദിനങ്ങൾ കർത്താവേ, രാത്രിയുടെ യാമങ്ങളിലപ്പ ഞങ്ങളുടെ കർത്താവ് കിടക്കയെ ഞങ്ങൾ നനച്ച അനുഭവങ്ങൾ ഉണ്ട് കർത്താവേ. ഞങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ ഓരോന്നും കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഓരോ ഏക്കങ്ങളും കർത്താവേ, ഓരോ സ്പന്ദനങ്ങളും എന്റെ ദൈവം അറിയുന്നത് പോലെ മറ്റാരും ഈ ലോകത്ത് അറിയുന്നില്ലല്ലോ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളപ്പോഴും കർത്താവേ ഞങ്ങളുടെ ഹൃദയം നീറുമ്പോൾ, വേദനപ്പെടുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ നോക്കിക്കാണുന്ന ഒരു ദൈവം അങ്ങ് പരിശുദ്ധനാകുന്നു, അങ്ങ് സത്യവാനാകുന്നു കർത്താവേ. അങ്ങാകുന്നു ഞങ്ങളുടെ വഴി, അങ്ങാകുന്നു ഞങ്ങളുടെ ജീവൻ, അങ്ങാകുന്നു ഞങ്ങളുടെ സത്യം കർത്താവേ. ആ കർത്താവിൽ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു കർത്താവേ. അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ ലഭിച്ച എല്ലാ ഭാഗ്യത്തെ ഓർത്ത് കോടാനുകോടി സ്തോത്രം 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 കരേറ്റുന്നു കർത്താവേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ സ്നേഹമല്ലാതെ ഒരു സ്നേഹം ഞങ്ങളില്ല, അവിടുത്തെ നന്മയല്ലാതെ ഞങ്ങളൊരു നന്മയില്ല കർത്താവേ. രക്ഷകനായ യേശുവേ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ. വ്യസനത്തിലുള്ള മാർഗം ഞങ്ങളിലുണ്ടോ എന്ന് നോക്കി കർത്താവേ അവിടെ ഞങ്ങളെ ശാശ്വത മാർഗത്തിൽ വഴി നടത്തണമേ അപ്പ. എവിടെയെങ്കിലും ഞങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ, എവിടെയെങ്കിലും ഞങ്ങൾ വീണുപോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, എവിടെയെങ്കിലും അപ്പ അങ്ങേ ഉയർത്തി കാണിക്കേണ്ട അവസരങ്ങൾ നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവേ ദൈവം ഞങ്ങളോട് പുറത്തുനാഥ
ഞങ്ങളുടെ അഭയയാചനകൾ കൈക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, നീ പ്രഭാതത്തിൽ ഈ കർത്താവെ ആരാധന പങ്കെടുത്തിരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യേശുവേ അടിയൻ കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരെ കുടുംബമായി വ്യക്തികളായി കൊച്ചുമക്കളെ മാതാപിതാക്കളെ യേശുവപ്പ അങ്ങയുടെ കരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുന്നവരുടെ മേലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പകരുമെന്ന് അല്ലിച്ചതല്ല കർത്താവെ. അന്ത്യ നാളുകൾ സകല ജഡത്തിന്മേലും പകരപ്പെടുന്ന ആ ദൈവിക ശക്തി കർത്താവെ, ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തിയപ്പ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉണങ്ങി വരണ്ട മേഖലകളെ ദൈവമേ സ്തോത്രം തൊടുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് സാമ്പത്തിക മേഖലയാകാം, ആരോഗ്യ മേഖലയാകാം കർത്താവെ, ഞങ്ങളുടെ കുടുംബ സമാധാനമാകാം കർത്താവെ, കുടുംബത്തിന്റെ അഭിവൃദ്ധിയാകാം കർത്താവെ. എവിടെയെങ്കിലും ഉണങ്ങി വരണ്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പ യേശുവേ അവിടെയൊക്കെ ദൈവം തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളാകാം, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമാകാം, ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതമാകാം കർത്താവെ. ആമേൻ കർത്താവെ. തലമുറ ഭാഗ്യമാകാം, ഞങ്ങളുടെ കമ്പനികളാകാം, ഞങ്ങൾ കർത്താവെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാകാം കർത്താവെ. അവിടെയൊക്കെ യേശുവേ അങ്ങ് തൊടുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേ നാഥ, ഉണങ്ങിയ അസ്ഥികൾ കർത്താവെ, ആമേൻ മാംസവും കർത്താവെ, ആമേൻ ശക്തിയും ബലവും പ്രാപിച്ചു കർത്താവെ, അത് ജീവനുള്ളതായി തീരുവാൻ യഹോവയായ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ സ്തുതിക്കുന്നു അപ്പ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കളെ അടിയൻ വിശ്വാസകനുകൊണ്ട് നോക്കി അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആലയത്തിന്റെ അൾത്താരിൽ നിന്നുകൊണ്ട് കഴിക്കുന്ന പ്രാർത്ഥന അപ്പ ഓരോ ഉള്ളങ്ങൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ലോകരാജ്യങ്ങൾക്കും അപ്പ സമാധാനം നൽകുന്നതായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിഷമത്തിലും ഭാരത്തിലും വേദനയിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവെ, സങ്കടങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെ എന്റെ ദൈവം കൈത്താങ്ങണമേ. സ്വർഗീയ പിതാവിന്റെ ശക്തിയും കൃപയും കാവലും അപ്പ നിന്റെ മക്കളുടെ മേൽ പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമീൻ കർത്താവ്. ഞങ്ങളുടെ ഉപജീവനങ്ങളെ അനുഗ്രഹിക്കണമേ, കൂലിപ്പണികളെ അനുഗ്രഹിക്കണമേ അപ്പ, അധ്വാനങ്ങളെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. വരുമാന മാർഗങ്ങൾ നൽകണമേ അപ്പ, ഒന്നിനും ഒരു മുട്ടുവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഏതൊരു തൊഴിലിനും അപ്പ, ഏതൊരു ചെറിയ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ടല്ലോ കർത്താവെ. ഞങ്ങളാക്കിയിരിക്കുന്നത് ദൈവമാണല്ലോ കർത്താവെ. യേശുവെ അതിലൂടെ വളരുവാനുള്ള എല്ലാ കർത്താവെ അവ വഴികളും ദൈവം ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ കർത്താവെ, ഞങ്ങൾ ആരും നിരാശപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, സാമ്പത്തികമായി പിന്നോക്കം പോകാതെ ഞങ്ങൾക്ക് ആവശ്യമായത് സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് ജീവനുള്ള ദൈവം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കളെ സന്തോഷിപ്പിക്കണമേ, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ മാതാപിതാക്കളെ എൻ്റെ യേശുവപ്പൻ സന്തോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അപ്പാ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, അങ്ങ് ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു കർത്താവെ. അങ്ങല്ലാതെ ഒരു ദൈവം ഞങ്ങൾക്കില്ല കർത്താവെ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ കർത്താവെ. അവിടെ ഞങ്ങൾ വഴി നടത്തണമേ അപ്പ. മാനസാന്തരപ്പെടാത്തവർക്ക് മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ നൽകണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു അപ്പ. ജീവിത പങ്കാളിക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. ആമീൻ കർത്താവെ. ഒരു മാനസാന്തരം കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവിന്റെ കൃപ നിന്റെ മക്കളെ പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമീൻ. സ്തോത്രമപ്പ. നിന്റെ മക്കളെ തൊട്ട് ഒരു വലിയ മാനസാന്തരത്തിന്റെ അനുഭവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മദ്യപിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറി വരുവാനുള്ള അവൻ മനസ്സ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അപ്പ. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നഴ്സുമാർ, അധ്യാപകർ കർത്താവെ, മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ. മേസ്ത്രിമാർക്കായി പ്രാർത്ഥിക്കുന്നു അപ്പ. കൂലിപ്പണി ചെയ്ത് ജീവജീവനം ചെയ്യുന്ന കർത്താവെ, പ്രിയ പിതാക്കന്മാരെ, അമ്മമാരെ ദൈവകരങ്ങൾ നൽകുന്നു കർത്താവെ. ചെറുകിട കച്ചവടങ്ങൾ ചെയ്യുന്നവർ, ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ആമേ, കമ്പനികൾ നടത്തുന്ന മക്കളുണ്ട് കർത്താവെ. വാഹനം ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് മക്കളുടെ കർത്താവെ സഹായത്താൽ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. എല്ലാവരെയും പൊന്നുപിതാവ് ആമേൻ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരുടെ മുഖവും കർത്താവ് ക്ഷീണിച്ചു പോകാതെ, ആരും തളർന്നു പോകാതെ, എല്ലാവരും ഹൃദയത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തള്ളപ്പെട്ട അനുഭവത്തിൽ, ഒറ്റപ്പെട്ട അനുഭവത്തിലൊക്കെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെ ദൈവം കരുതണമേ. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ ഇരവും പകലും നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. പഠിച്ചു നല്ല നിലയിൽ എത്തുക, ലോകം അറിയപ്പെടുന്ന സാക്ഷ്യമുള്ള മക്കളായി ദൈവം ഞങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മക്കൾ ഒരിക്കലും തളർന്നു പോകാൻ അനുവദിക്കരുത്, വീണു പോകാൻ അനുവദിക്കരുത് കർത്താവെ. അപ്പന്റെ കരത്തെ ഒന്ന് അവർ മുറുകെ പിടിക്കട്ടെ കർത്താവെ. യേശുവെ, അവർ പലപ്പോഴും ഈ ലോകത്തിന്റെ ചിന്തകൾ മുഴുകിപ്പോയാലും എൻ്റെ
കർത്താവ് അവിടെ കരത്തെ ഒന്ന് പിടിച്ചുകൊള്ളണമേ കർത്താവ്. അവിടുത്തെ കരത്തെ അങ്ങ് മുറുകെ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അങ്ങാകുന്നു രക്ഷകൻ, ലോകത്തിന്റെ രക്ഷകൻ കർത്താവ്. യേശുവേ സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങൾ വീഴുവാൻ ഒരു നിമിഷം മതിയല്ലോ കർത്താവ്. ആമേൻ. ഞങ്ങൾ നിൽക്കുന്നത് ക്രിസ്തുവായ പാറമേലായതുകൊണ്ട് കർത്താവ് ഞങ്ങളെ കരുതിക്കൊള്ളുമെന്ന പൂർണ്ണ പ്രത്യാശയോട് കർത്താവ് അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റുന്നു അപ്പ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. ദേശത്തെ ദൈവകരങ്ങൾ തരുന്നു കർത്താവ്. ദേശത്തിലെല്ലാ ജാതി മതസ്ഥരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. സഭാ വ്യത്യാസമെന്നെ, ജാതി മതഭേദമെന്നെ എല്ലാവരുടെ മേലും ദൈവകരം കൂടിയിരിക്കട്ടെ കർത്താവ്. അന്ത്യ നാളുകൾ ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്ത് എല്ലാവരും അങ്ങിലേക്ക് തിരിയട്ടെ കർത്താവ്. ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ കർത്താവ്. ആമേൻ ആമേൻ. സ്തുതിക്കുന്നു കർത്താവ്. ആമേൻ. ഭക്തൻ പറഞ്ഞതുപോലെ കർത്താവ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം എൻ്റെ ദൈവത്തിങ്കിൽ നിന്നാകുന്നു. അതേ, ജീവനുള്ള ദൈവത്തിൽ നിന്ന് കർത്താവ്. ഭക്തൻ വീണ്ടും പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളെയും എല്ലാ ജീവിതങ്ങളെയും ഭരിച്ചു വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കട്ടെ നാഥ. അവിടുത്തെ സ്നേഹമല്ലാതെ ഒന്നില്ല, അവിടുത്തെ കൃപയില്ലാതെ മറ്റൊന്നില്ല, അവിടുത്തെ വാത്സല്യമല്ലാതെ മറ്റൊന്നില്ല കർത്താവ്. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങൾ വഴി നടത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തേശുവിന്റെ കൃപയാ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് ലോകം കർത്താവ് ഈ പകർച്ചവ്യാധിയാൽ ഭാരപ്പെടുമ്പോൾ, ഇതൊക്കെ ദൈവഹിതമായിരിക്കുമ്പോൾ, ദൈവിക ഉദ്ദേശമായിരിക്കുമ്പോൾ, പ്രിയ പിതാവേ, ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ്. ആമീൻ. ദൈവമക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ആമീൻ. ആശുപത്രിയിൽ കഴിയുന്നവർ, ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കഴിയുന്ന മക്കളെ ദൈവം വിടുവിക്കണമേ, അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആശുപത്രിയിൽ നിന്നും ഭവനത്തിൽ വന്ന് കർത്താവ് വിശ്രമം കൊള്ളുന്ന കർത്താവ്, പ്രിയ മക്കളെ ദൈവകരങ്ങൾ തരുന്നു അപ്പ. ഇനി ഒരു ആശുപത്രി വാസം വേണ്ട കർത്താവ്. അപ്പന്റെ പൊന്നു കരസാന്നിധ്യം നിന്റെ മക്കളെ പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. രോഗം, ഭാരം, പീഡ, വേദനകൾ, കഷ്ടതകൾ എല്ലാം ചെയ്യുന്നു എന്റെ കർത്താവ് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ക്രിസ്തേശുവിന്റെ കൃപ, അനുഗ്രഹം, സാന്നിധ്യം, വാഴ്വ്, നന്മ നിറവായി നൽകി പൊന്നു പിതാവ് നിന്റെ മക്കളെ ആശീർവദിച്ച് കൃപയിൽ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം വഴി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് കാത്തുപരിപാലിച്ചല്ലോ, അങ്ങ് വഴി നടത്തിയല്ലോ. അവിടുത്തെ സ്നേഹത്തിനായി കരുതലിനായി സ്തുതിക്കുന്നു കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. വ്യത്യസ്ത ജീവിത മേഖലയിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ലോകരാജ്യങ്ങളെ ദൈവകരങ്ങൾ തരുന്നു കർത്താവ്. യുദ്ധക്കെടുതിയിൽ നിന്നൊക്കെ രാജ്യങ്ങളെ ദൈവം വിടുവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പ. ഞങ്ങളുടെ ഭാരതത്തെ തരുന്നു കർത്താവ്. പ്രൈം മിനിസ്റ്റർക്കായി സ്തോത്രം അപ്പ. ഞങ്ങളുടെ കേരളത്തിനായി, കേരളത്തെ ഭരിക്കുന്ന സർക്കാരിനായി, വിവിധ മന്ത്രികൾക്കായി, വകുപ്പുകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എല്ലാവരുടെ മേലും ദൈവകരം കൂടിയിരിക്കട്ടെ കർത്താവ്. എല്ലാവരും അങ്ങേ വിളിച്ചപേക്ഷിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. ദൈവാത്മാവിന്റെ കരം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വേദന യാതന അനുഭവിക്കുന്ന മക്കളെ സഹായിക്കണമേ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. അംഗപരിമിതർ കർത്താവ്, വിധവമാർ, അനാഥമാർ കർത്താവ്, ഒറ്റപ്പെട്ട ജീവിത സാഹചര്യം ജീവിക്കുന്ന എല്ലാവരെയും ദൈവം കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ലോകമെമ്പാടും നടക്കുന്ന മിഷണറി പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. മിഷണറി പ്രവർത്തനങ്ങളെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവകരം നിന്റെ മക്കളോട് കൂടി ഇരിക്കട്ടെ കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. ലോകമെമ്പാടും നടക്കുന്ന ക്രൈസ്തവ പ്രവർത്തനങ്ങൾക്കായി, ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാർക്കായി, ആമേങ്കത്ത പുരോഹിതർക്കായി, പാസ്റ്റർമാർക്കായി, ദൈവദാസന്മാർക്കായി, ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരെയും കരുതി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഈ ലോക്ക്ഡൌൺ ഒക്കെ മാറി നാഥ സ്വന്തമായി ദൈവത്തെ ആരാധിക്കുന്ന ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ദാസ്ഥാനപ്പെടുത്തി വഴി നടത്തുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തീയപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകല ദോഷങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങയ്ക്കുള്ളതല്ലോ. ആമീൻ. ആമീൻ. തുടർന്ന് നമുക്കെല്ലാവർക്കും പാഠപുസ്തകത്തിലെ 295 ഗീതം നമുക്കേവർക്കും ആലപിക്കാം. ദാസരെ ഈ ധരണിയെ അൻപായി യേശുവിനായി സ്വന്തമാക്കിയിടാം എന്നാരംഭിക്കുന്ന 295 ഗീതം. യേശുവെ ഘോഷിക്കാം, അവനെ സാക്ഷിക്കാം,
ഇരുളകറ്റിടാം, വെളിച്ചമേകിടാം. ദാസരേ ഈ ധരണിയെ അൻപ യേശുവിനായി സ്വന്തമാക്കിടാം. ദേശത്തോടു ഭാരം വഹിപ്പോരെ ആശയോടു നാം ക്ഷണിച്ചിടമേ. യേശുനാഥൻ പാപഭാരത്തെ, ദീനദുഃഖങ്ങളെ, കഷ്ടാരിഷ്ടങ്ങളെ വഹിച്ചു തീർക്കുമേ. ദാസരേ ഈ ധരണിയെ അൻപ യേശുവിനായി സ്വന്തമാക്കിടാം. ദാഹം രോഗം ക്ഷീണമിവയാൽ ക്ലേശിപ്പോരെ നാം സഹായിച്ചിടാം. ആശ്വാസം ദാനം ചെയ്തിടുവാൻ, പാപക്ഷമ നൽകാൻ യേശുവാം രക്ഷകൻ ക്രൂശിന്മേൽ മരിച്ചു. ദാസരേ ഈ ധരണിയെ അൻപ യേശുവിനായി സ്വന്തമാക്കിടാം. പീഡകളാൽ വേദന സഹിച്ചും കഠിന വ്യഥകൾ അനുഭവിച്ചും മൂഢരാൽ ജീവിക്കും മർത്യരെ സ്വർഗീയ ഭാഗ്യമാ ശ്രേഷ്ഠ പദവിയിലേക്കാനയിച്ചിടാം. ദാസരേ ഈ ധരണിയെ അൻപ യേശുവിനായി സ്വന്തമാക്കിടാം. നാം നിൽക്കുമ്പോൾ തന്നെ രണ്ടാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി വായിക്കാം. വാക്യ പ്രതിവാക്യമായി വായിക്കുന്നതിനുള്ള സങ്കീർത്തന വേദഭാഗം സങ്കീർത്തന പുസ്തകം 2. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചിന്തിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. തുടർന്ന് ഇന്നേ ദിവസത്തേക്കുള്ള തിരുവചന വേദഭാഗങ്ങളെ വായിക്കുന്നത് നമുക്ക് കേൾക്കാം. പഴയ നിയമ പുസ്തകത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 13 വരെയും, സുവിശേഷ ഭാഗത്തു നിന്നും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുമുള്ള വചനങ്ങളെ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. വായിക്കാൻ നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു.
ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി വിശ്വസമായി 1-ാം ദിവസം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി വിശ്വസമായി 2-ാം ദിവസം. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്തു കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിനു ദൈവം ഭൂമി എന്ന്, വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതാത് തരം വിത്തുഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്നും പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി വിശ്വസമായി 3-ാം ദിവസം. പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. വായിക്കുവാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ഇരുപത്തിരണ്ടാം പുറത്തിലെ അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യ ജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2021
മെയ് മാസം അവസാന ഞായറാഴ്ച കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം ആയിരുന്ന സ്ഥലങ്ങളിൽ ദൈവം നമ്മെ ഭദ്രമായി കാത്തു പരിപാലിച്ചു. ആപത്തനർത്ഥങ്ങൾ, രോഗപ്രയാസങ്ങളൊക്കെ വിടുവിച്ചു. കൃപയായി ദൈവം നമ്മുടെ കരത്തെ പിടിച്ച് നമ്മെ വഴി നടത്തുന്നു. വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ചും COVID-19 എന്ന പ്രതിസന്ധിയുടെ കാലഘട്ടത്ത് വലിയവനായ ദൈവത്തെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ആരാധിപ്പാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഈ ആരാധനയിൽ പങ്കുചേർന്നിരിക്കുന്ന ഏവരെയും ഹാർദവുമായി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം വി വർഷിപ്പ് ദ ട്രയൂൺ ഗോഡ് എന്നതാകുന്നു. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമുഖമായി വേദപുസ്തകത്തിലെ 2 വാക്യങ്ങളാണ് ഞാൻ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. 2-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിൻ്റെ പ്രാരംഭമായിട്ടുള്ള എൻ്റെ 2 ചോദ്യങ്ങൾ ഇപ്രകാരമാണ്. ഒന്ന്, നാം ആരാധിക്കുന്ന ദൈവം ആരാകുന്നു? നാം ആരാധിക്കുന്ന ദൈവം ആരാകുന്നു? 2-ാമത്തെ ചോദ്യം, നാം എന്തുകൊണ്ട് ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു? നാം എന്തുകൊണ്ട് ഈ ദൈവത്തെ ആരാധിക്കുന്നു? ഇന്ന് ത്രിത്വ ഞായറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ അടിസ്ഥാനമാണ് ത്രിത്വം എന്നത് നാം അത് തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ നാളിലൊക്കെ വിശുദ്ധ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വചനം പഠിക്കുവാനും ദൈവകൃപയിൽ വളരുവാനും ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉൾക്കൊള്ളുവാനും അത് അനുഭവസ്ഥമാക്കുവാനുമൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. എന്നാൽ ഇന്ന് നാം വീണ്ടും ഒരിക്കൽ കൂടെ എന്താണ് ത്രിത്വം? നാം ആരാധിക്കുന്ന ദൈവം ആരാകുന്നു? എന്തുകൊണ്ട് ഈ ദൈവത്തെ മനുഷ്യൻ ആരാധിക്കണം? അതിനെ ആസ്പദമാക്കി മറ്റൊരു ചോദ്യം, 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ദൈവം എന്നതുകൊണ്ട് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത്? ദൈവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവം എന്ന പേരിനെ നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ ജാതികളും എല്ലാ ഭാഷക്കാരും എല്ലാ ഗോത്രക്കാരും എല്ലാ മതങ്ങളും ദൈവം എന്ന പേരിനെ വളരെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ദൈവം എന്ന പേരിനെ നിലവിൽ പല പേരുകളിൽ അഭിസംബോധന ചെയ്യപ്പെടുന്നുണ്ട്. ഈശ്വരൻ, സർവേശ്വരൻ, ബ്രഹ്മാവ്, അള്ളാഹു, പടച്ചോൻ, ആണ്ടവൻ, ഭഗവാൻ എന്നിങ്ങനെയുള്ള പേരുകൾ ദൈവത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെയും മതങ്ങളുടെ എല്ലാം വിശ്വാസമെന്ന് പറയുന്നത് ദൈവം എന്നത് സൃഷ്ടിതാവാകുന്നു. അതായത് സൃഷ്ടിച്ചവൻ, സകലത്തെയും സൃഷ്ടിച്ചവനാകുന്നു ഈ ബ്രഹ്മാവ് അഥവാ സർവേശ്വരൻ, ഈശ്വരൻ, ദൈവം എന്ന സത്യം. അതുപോലെ തന്നെ ഈ ദൈവം സകലത്തെയും പരിപാലിക്കുന്നു അഥവാ നിയന്ത്രിക്കുന്നു എന്ന സത്യം. നാം ഏവരും മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നാം ഇന്ന് കാണുന്ന വൃക്ഷലതാദികൾ, വായു, കാറ്റ്, ജലം, ആകാശമണ്ഡലം, ആകാശവിധാനങ്ങൾ, സൂര്യൻ, നക്ഷത്രം, ചന്ദ്രൻ, കല്ല്, മണ്ണ്, കുഞ്ഞു സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യൻ, ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു. അതുകൊണ്ടാണ് സൃഷ്ടിതാവ് എന്ന പേർ നൽകപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല,
അതേ സൃഷ്ടിച്ച ദൈവം തന്നെ ഇവയൊക്കെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. അനുദിനമുള്ള ജീവിതചര്യകളിൽ അത് നമുക്ക് നോക്കി മനസ്സിലാക്കുവാനായി സാധിക്കും. സൃഷ്ടിച്ച ദൈവം തന്നെ സകലത്തെയും പരിപാലിക്കുന്നു. ഈവൻ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെയും ദൈവം അനുഗ്രഹീതമായിട്ട് വഴി നടത്തുന്നു, പരിപാലിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി, സകലത്തിന്മേലും അധികാരമുള്ളവൻ. ദൈവം എന്നത് സകല ചരാചരങ്ങളുടെ മേലും അധികാരമുള്ള ഒരേ ഒരു ശക്തിയാകുന്നു ദൈവം എന്ന ശക്തി. ഹിന്ദു ദൈവശാസ്ത്രത്തിൽ ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നും ആ ശക്തിയാണ് ഭഗവാൻ അഥവാ ഈശ്വരൻ എന്നും വിളിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഇസ്ലാം ദൈവശാസ്ത്രത്തിൽ വളരെ തീഷ്ണതയുള്ള കോപം നിറഞ്ഞ ഒരു യജമാനനാകുന്നു ദൈവമെന്ന സത്യം എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവ ദൈവവിശ്വാസത്തിൽ ദൈവം എന്നത് എല്ലാറ്റിലും എല്ലാം ആയവൻ. അതുകൊണ്ട് സർവശക്തൻ, ഓൾമൈറ്റി എന്ന പദം ദൈവത്തിന് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവം എന്ന സത്യം, ദൈവം എന്നത് സർവത്തിലും ശക്തനാകുന്നു. ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന, നാം വായിച്ചറിയുന്ന, കേൾവിയിലൂടെ മനസ്സിലാക്കുന്ന ലോകത്തിലെ സർവശക്തികളിലും, ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികളിലും ഏറ്റവും ശ്രേഷ്ഠമായ, അവയൊക്കെ ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ദൈവമെന്ന ശക്തി. അതുകൊണ്ട് സർവശക്തൻ എന്ന് നാം വിളിക്കുകയാണ്. അടുത്ത ചോദ്യം, ഈ ദൈവമെന്ന സത്യത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, കോക്കനട്ട് അഥവാ തേങ്ങ. ഈ തേങ്ങ അറിയപ്പെടുന്നത് ഏക നാമത്തിലാണ്. എന്നാൽ ഇതിൻ്റെ പൂർണ്ണത എന്നത് നമുക്കറിയാം. അതിൻ്റെ പുറംതൊലി, അത് കഴിഞ്ഞാൽ അതിൻ്റെ ചകിരി, അതിൻ്റെ ചിരട്ട കഴിഞ്ഞാൽ ഭക്ഷിപ്പാൻ യോഗ്യമായ ഒരു വസ്തു, അതിനുശേഷം ജലം. ഇങ്ങനെ 7 വക പദാർത്ഥങ്ങൾ, 7 വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതിനെയാണ് ഏകനാമത്തിൽ തേങ്ങ അഥവാ കോക്കനട്ട് എന്ന് നാം വിളിക്കുന്നത്. വെള്ളത്തിന് 3 മുഖങ്ങളുണ്ട്. 1 നീരാവി, 2 ദ്രാവകം, 3 മഞ്ഞുകട്ട. സ്റ്റീം, ലിക്വിഡ്, ഐസ് എന്നീ 3 മുഖങ്ങൾ ചേർന്നതാണ് വെള്ളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ത്രീ എന്ന വ്യക്തി 3 വ്യത്യസ്ത നാമങ്ങൾ അറിയപ്പെടുകയാണ്. അമ്മ, സഹോദരി, മകൾ, മദർ, സിസ്റ്റർ, ഡോട്ടർ. ഇങ്ങനെ 3 വ്യത്യസ്ത നാമങ്ങൾ അറിയപ്പെടുന്ന സ്ത്രീ എന്ന വ്യക്തിത്വം. ഇതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിൽ ദൈവം എന്നത് 3 ആളത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 നിത്യമായ ഒരു കൂടിച്ചേരലാണ് ത്രിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം എന്ന സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. നിത്യമായ കൂടിച്ചേരൽ, പിതാ, പുത്ര, പരിശുദ്ധാത്മാവിൻ്റെ നിത്യമായ ഒരു വാസം, അതാണ് ദൈവമെന്ന സത്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവമാകുന്ന ദൈവം, വചനമാകുന്ന ദൈവം, ആത്മാവാകുന്ന ദൈവം എന്നിങ്ങനെ 3 ആളത്വങ്ങളെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമാകുന്ന ദൈവം അത് പിതാവിനെയും, വചനമാകുന്ന ദൈവം അത് പുത്രനായ യേശുക്രിസ്തുവിനെയും, ആത്മാവാകുന്ന ദൈവം അത് പരിശുദ്ധാത്മാവിനെയും, പരിശുദ്ധാത്മാവുന്ന ദൈവത്തെയും കുറിപ്പിടുകയാണ്. ഈ 3 പേരും ഒന്നിനോടൊന്ന് പരസ്പരം ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ഈ 3 പേരും ഒരേ സമയം ഒരേ സ്ഥലത്ത് നിൽക്കുന്ന അതിമനോഹരമായ ഒരു സാന്നിധ്യത്തെയാണ് വേദപുസ്തകം ത്രിത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തി നൽകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനസമയം പിതാവായ ദൈവം സംസാരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രനായ യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേൽക്കുന്നു.
സ്നാനമേറ്റ ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ നിഴലിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 3 പേരും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ദൈവമെന്ന സത്യം. അങ്ങനെയെങ്കിൽ 3 വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ ഒരുമിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പുത്രനായ ദൈവം പിതാവായ ദൈവത്തോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാളിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് എടുത്തു പറയുന്ന ഒരു ചിത്രവും മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ 3 ചേർത്താണ് ത്രിത്വ ദൈവം അഥവാ ത്രിയേക ദൈവം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് ട്രയൂൺ ഗോഡ് അഥവാ ട്രിനിറ്റി എന്ന പേർ നൽകപ്പെട്ടിട്ടുണ്ട്. ആദിമ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ത്രിത്വത്തെ മനസ്സിലാക്കുന്നതിൽ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും. കാരണം ഇന്നത്തെ നാളുകളിൽ നാം തന്നെ എത്രയോ നാളത്തെ അച്ഛന്മാരുടെയും ഉപദേശിമാരുടെയും ദൈവമക്കളുടെയും ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെയും വ്യാഖ്യാനങ്ങൾ നാം ദൈനംദിനം കേൾക്കുന്നതിലൂടെയാണ് ത്രിത്വത്തിൽ ഏകനായ ദൈവത്തെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ ആദിമസഭയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ സത്യത്തെ, ഈ ഒരു തിയറി മനസ്സിലാക്കുവാൻ എത്രയധികം അവർ പ്രയാസപ്പെട്ട് കാണും. ഈ കാരണത്താലാണ് നിഖ്യ വിശ്വാസ പ്രമാണം രൂപപ്പെടുന്നത്. ഇതിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട്. പുത്രൻ പൂർണ്ണമായും പിതാവാകുന്നു എന്ന് വാദിച്ച ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് വിശുദ്ധനായ അത്തനേഷ്യസ്. ഈ വിശുദ്ധനായ മനുഷ്യൻ വേദപുസ്തകം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതിനെ ഒരുപാട് വാദിക്കുവാൻ പ്രയാസപ്പെട്ടു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാദചിന്തകളെ അന്നത്തെ പ്രമാണിമാരും സഭാ നേതാക്കന്മാരും സഭാപ്രസ്ഥാനങ്ങളും കൈക്കൊണ്ടില്ല എന്നാണ് സഭാചരിത്രം പഠിപ്പിക്കുന്നത്. കാരണം അവർ അന്ന് മനസ്സിലാക്കിയിരുന്നതെന്ന് വന്നാൽ ക്രിസ്തു പൂർണ്ണമായും ദൈവം അല്ല എന്നതാണ്. ക്രിസ്തു ദൈവത്തെ പോലെയാണ്, പക്ഷെ ദൈവമല്ല എന്നുള്ള ഏരിയൻസിൻ്റെ ഒരു വലിയ വാദം, ഒരു വലിയ ദൃഢനിശ്ചയം അവർക്കുണ്ടായിരുന്നു. അതിനെതിരായിട്ടാണ് വിശുദ്ധനായ അഥനേഷ്യസ് വാദിച്ചത് ക്രിസ്തു പൂർണ്ണമായും ദൈവമാകുന്നു. പുത്രൻ പൂർണ്ണമായും പിതാവാകുന്നു എന്ന് വാദിച്ചതിനാൽ വിശുദ്ധ അഥനേഷ്യസിന് അലക്സാണ്ട്രിയ മഹായിടവകയിൽ നിന്നും 5 പ്രാവശ്യം നാടുകടത്തപ്പെടുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെയൊക്കെ ഒരുപാട് വാദങ്ങളുടെയും സംഘടനകളുടെയും പരിണിത ഫലമായിട്ടാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന നിഖ്യ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടത്. നിഖ്യ വിശ്വാസ പ്രമാണത്തിൻ്റെ 2-ാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന 2 ചിന്തകളുണ്ട്. ഒന്ന്, പിതാവിനോട് ഏകത്വമുള്ളവൻ, ബീയിങ് ഓഫ് ഓൺ സബ്സ്റ്റൻസ് വിത്ത് ദ ഫാദർ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവിനോട് ഏകത്വമുള്ളവൻ. രണ്ടാമതായി, ദൈവത്തിൽ നിന്നും ദൈവം, വെരി ഗോഡ് ഓഫ് വെരി ഗോഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് നാം നിഖ്യ വിശ്വാസ പ്രമാണം നമ്മുടെ നാവ് കൊണ്ട് വളരെ സാധാരണമായിട്ട് നാം ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പുരാതന റോമാ നഗരത്തിലും കോൺസ്റ്റാന്റിനോപ്പിളിലും ഈ നിഖ്യ വിശ്വാസ പ്രമാണത്തെ 10,000-കണക്കിന് വിശ്വാസ ജനക്കൂട്ടം ഘോഷയാത്രയായി പട്ടണങ്ങളിൽ പ്രഘോഷിക്കപ്പെട്ടവയാണ് എന്ന് സഭാചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അവർ അവകാശപ്പെട്ടത് ക്രിസ്തു പൂർണ്ണമായും ദൈവമാകുന്നു, ദൈവം പിതാവുമാകുന്നു. ഇതായിരുന്നു അവരുടെ അവകാശവാദം. വിശുദ്ധ അഥനേഷ്യസിൻ്റെ വാദത്തോട് യോജിച്ചവർ പറഞ്ഞത് ക്രിസ്തു പൂർണ്ണമായും ദൈവവും ദൈവം പിതാവും ആകുന്നു. കാരണം ഏരിയൻസ് അതിനെതിരായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ച് വന്നതിൻ്റെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സത്യമായ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പെടുത്തലുകളാണ് അഥനേഷ്യസിലൂടെ സഭകളിൽ സ്ഥാപിക്കപ്പെട്ടത്. യേശു ദൈവത്തെ പോലെ എന്നാൽ ദൈവമല്ല എന്ന സത്യത്തെ, എന്ന ചിന്തയാണ് ഇവിടെ അഥനേഷ്യസ് തിരുത്തിക്കുറിച്ചത്. ക്രിസ്തു പൂർണ്ണമായും ദൈവവും
പിതാവ് ദൈവവുമാകുന്നു എന്ന സത്യം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിത്യ വിശ്വാസ പ്രമാണത്തിന് അത് രൂപപ്പെട്ടതിന് പിന്നിൽ ഇപ്രകാരം ഒരു വലിയ ചരിത്രമുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ത്രിയേക ദൈവം വസിക്കുന്നത് എവിടെയാണ്? ദൈവം ആരെന്ന് നാം പഠിച്ചു. ഈ ദൈവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നാം പഠിച്ചു. ഇനി നാം ധ്യാനിക്കുവാനായി പോകുന്നത് ത്രിയേക ദൈവം വസിക്കുന്നത് എവിടെ? 1975 പ്രശസ്ത ഗായകനായ ശ്രീ യേശുദാസ് ഒരു മൂവി, അദ്ദേഹം പാടിയ ഒരു സോങ് മൂവിയിലൂടെയൊക്കെ നാം കേട്ട് പരിചയമുള്ളവയാണ്. അതിപ്രകാരമാണ്: മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു, ദൈവം കുടികൊള്ളുന്നു. അദ്ദേഹം ആ പാട്ടിലൂടെ പറയുന്നത് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നതാണ്. എത്ര സത്യം പ്രിയമുള്ളവർ! ഞാനതിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, അതായത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ സകലറ്റിലും ദൈവം ഉണ്ട് എന്ന സത്യം, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഇടത്തിലും ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്കൊരിക്കലും നിരസിക്കുവാൻ കഴിയാത്ത ഒരു സത്യമാണ്. കാരണം എല്ലാ സർവസൃഷ്ടിയും ദൈവത്താൽ ഉളവായി എന്നുള്ളതാണ്. സൃഷ്ടി സകലവും ദൈവത്തിൻ്റെതാകുന്നു. അങ്ങനെയെങ്കിൽ സകല സൃഷ്ടിയും ദൈവത്താൽ ഉളവായി എങ്കിൽ ദൈവത്താൽ ഉളവായ സകല സൃഷ്ടികളിലും ദൈവമുണ്ട്. ഈ സൃഷ്ടിയെല്ലാം ദൈവത്തിൻ്റെതായതുകൊണ്ട് അവയിൽ എല്ലാവറ്റിലും ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു മകൻ തൻ്റെ അപ്പനാൽ സൃഷ്ടിക്കപ്പെടുന്നു എങ്കിൽ, ജനിപ്പിക്കപ്പെടുന്നു എങ്കിൽ, അപ്പൻ്റെ ബ്ലഡ് തീർച്ചയായിട്ടും എന്തിലുണ്ടാകും? മകനിലുണ്ടാകും. സത്യമായൊരു കാര്യമാണ്. അപ്പൻ്റെ സാന്നിധ്യം അതിലുണ്ടാകും. ആ മകൻ ആ അപ്പന് സ്വന്തമായതാണ്. ഇതുപോലെ തന്നെയാണ് സർവചരാചരങ്ങളിലും, ചെറിയ സസ്യങ്ങളിലും മണ്ണിലും വായുവിലും നാം ശ്വസിക്കുന്ന ഈ ശ്വാസത്തിലുമൊക്കെ ദൈവ സാന്നിധ്യമുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, വൃക്ഷലതാദികൾ, പർവ്വതങ്ങൾ, മലനിരകൾ, ഇവയിൽ എല്ലാവറ്റിലും ദൈവമെന്ന സത്യമുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹീതമായ ചിന്ത! ഈ ദൈവം അദൃശ്യനാകുന്നു. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അങ്ങനെ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല? എൻ്റെ വീട്ടുമുറ്റത്ത് നടപ്പെട്ടിരിക്കുന്ന ഒരു ചെടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, എന്തുകൊണ്ട് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല? കാരണം ദൈവം അദൃശ്യനാണ്. ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിൻ്റെ സാന്നിധ്യം ദൃശ്യമായ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുക അസാധ്യമാണ്. പിന്നെ അതിനെ രുചിച്ചു നോക്കണം. ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ സൃഷ്ടിയിലും ദൈവമെന്ന സത്യം ലയിച്ചു ചേർന്നിരിക്കുന്നു, അലിഞ്ഞ് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സകല സൃഷ്ടിയും ദൈവത്തിൻ്റേത്. പ്രിയമുള്ളവരെ, പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ദൈവത്തെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് മനുഷ്യന് കാണുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം അലിഞ്ഞു ചേർന്നിട്ടുള്ളതുപോലെ ദൈവ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനിലും ദൈവം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നിലും നിങ്ങളിലും ഈ ദൈവം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നാണ് ഈ പ്രഭാതത്തിൽ വിശുദ്ധ വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല, സൂര്യനിലേക്ക് നോക്കേണ്ട കാര്യമില്ല, നദിയിലേക്ക് ചെല്ലേണ്ട കാര്യമില്ല, മണ്ണിലേക്ക് നോക്കേണ്ട കാര്യമില്ല. സൃഷ്ടികളിൻ്റെ മകുടമായ മനുഷ്യ, നിന്നിൽ തന്നെ ആ ദൈവ സാന്നിധ്യമുണ്ട്. നീ നിന്നിലേക്കൊന്ന് നോക്കുമ്പോൾ, നാം നമ്മിലേക്കൊന്ന് നോക്കുമ്പോൾ ആ ദൈവത്തെ നോക്കിക്കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. മനുഷ്യനിൽ ദൈവം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പക്ഷേ ദൈവിക അറിവ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ തന്നിലെ ദൈവത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, ദൈവിക അറിവ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ തന്നിലെ ദൈവത്തെ അവൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യൻ കണ്ണുണ്ടായിട്ടും മന്ദന്മാരെ പോലെ, കാതുണ്ടായിട്ടും ചെകിടന്മാരെ പോലെ, കൈകളുണ്ടായിട്ടും കൈകളില്ലാത്തവരെ പോലെ, കാലുകളുണ്ടായിട്ടും കാലുകളില്ലാത്തവരെ പോലെ ജീവിക്കുന്നില്ലേ?
കഴിഞ്ഞ കാലങ്ങൾ, കഴിഞ്ഞ നൂറ്റാണ്ടുകൾ അങ്ങനെ ജീവിച്ചവരുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുണ്ട്, വരും കാലഘട്ടത്തിലും ജീവിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, സംഭവിച്ചത് ദൈവിക അറിവ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ തന്നിലെ ദൈവത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ നമ്മുടെ സംശയം, എന്താണ് ഇതിന് പരിഹാരം? എന്താണ് ഇതിന് സൊല്യൂഷൻ? എങ്ങനെ ദൈവത്തെ അനുഭവിപ്പാനായി സാധിക്കും? വേദപുസ്തകം പറയുന്ന സത്യമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനാകുന്ന എന്നിൽ ആ ദൈവമെന്ന സാന്നിധ്യമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും? എന്താണ് അതിൻ്റെ പരിഹാരം? പ്രധാനമായിട്ടും 3 ചിന്തകളാണ്, 3 ചെറു ചിന്തകളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. ഇംഗ്ലീഷിൽ ഇതിനെ ഹി കെയിം ടു ഹിസ് ഓൺ ആൻഡ് ഹിസ് ഓൺ പീപ്പിൾ റിസീവ്ഡ് ഹിം നോട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, 1-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തെ തിരിച്ചറിയുവാനുള്ള പരിഹാരം എന്ന് പറയുന്നത്, മനസ്സിലാക്കുവാനുള്ള വഴി എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിനുള്ളിൽ ത്രിയേക ദൈവം ഉണ്ടാകണം. നമ്മുടെ മനസ്സിനുള്ളിൽ ദൈവമെന്ന സത്യം ഉണ്ടാകണം. അവിടെയാണ് ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കുവാനുള്ള ആദ്യ ചുവട് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ദൈവമുണ്ടെങ്കിൽ നാമും ദൈവവും ഒന്നായിത്തീരും എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ദൈവമുണ്ടെങ്കിൽ ഞാനും ദൈവവും ഒന്നായിത്തീരും എന്നുള്ളതാണ്. കാരണം മനസ്സാണ്, നമ്മുടെ കോൺഷ്യസ് ആണ്, നമ്മുടെ മൈൻഡാണ് എല്ലാറ്റിലും നമ്മെ വഴി നടത്തുന്നത്, നമ്മെ ചിന്തിപ്പിക്കുന്നത്, തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ഒക്കെ നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിൽ ദൈവമുണ്ടെങ്കിൽ ഞാനും എൻ്റെ ദൈവവും ഒന്നായിത്തീരുകയാണ്. ഇതാണ് യൂണിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഐക്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഐക്യതയിൽ വസിക്കുന്നത് പോലെ എൻ്റെ മനസ്സിൽ വസിക്കുന്ന, എൻ്റെ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന ദൈവവും ഞാനും തമ്മിലുള്ള ഒരു ഐക്യം, എ വെരി സീക്രട്ട് റിലേഷൻഷിപ്പ്, അതിനെയാണ് യൂണിറ്റി എന്ന് വിളിക്കുന്നത്, ഐക്യം എന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്ത, നമ്മുടെ തീരുമാനം, നമ്മുടെ പ്രവൃത്തി, ഇവകളിൽ ദൈവീകത ഉണ്ടാകുമെന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഈ ത്രിയേക ദൈവമുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളിലും ചിന്തകളിലും പ്രവൃത്തികളിലും ദൈവീകത ഉണ്ടാകും. ത്രിയേക ദൈവത്തെ അങ്ങനെ നമുക്ക് ദർശിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെയാണ് ഈ മനസ്സിലിരുത്തിക്കുന്ന ദൈവത്തെ നാം തിരിച്ചറിയുമ്പോൾ, നമ്മുടെ കണ്ണുകളടയ്ക്കുമ്പോൾ ആ ദൈവത്തെ ദർശിപ്പാൻ മാനവ ജനതയ്ക്ക് ആകുമെന്ന സത്യം. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ദൈവമില്ല എങ്കിൽ നാം ജീവനില്ലാത്ത വിത്തുകളെ പോലെയാണ്. നമ്മുടെ മനസ്സിൽ ദൈവമില്ല എങ്കിൽ നാം ജീവനില്ലാത്ത വിത്തുകളെ പോലെയാണ്. ഇന്ന് പഴയ നിയമ വേദഭാഗം വായിച്ചപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് വായിച്ചു. ദൈവം സകലത്തെ സൃഷ്ടിച്ചു. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഭൂമിയിലെ സകല സസ്യങ്ങൾ വിത്തുകളുമൊക്കെ ഇങ്ങനെ മുളച്ചു വന്നു, അത് ഫലം കൊടുത്തു വന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജീവനില്ലാത്ത വിത്തിന് ഫലം പുറപ്പെടുവിപ്പാൻ കഴിയുകയില്ല. പകരം മണ്ണിലത് അഴുകിച്ചേരും. പുതിയ സസ്യം, പുതിയ ജീവൻ അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മനസ്സിൽ ദൈവമുണ്ടെങ്കിൽ നമ്മിൽ ഏക മനസ്സുണ്ടാകും. പിതാപുത്ര പരിശുദ്ധാത്മാവ് ഐക്യമായിരിക്കുന്നത് പോലെ നമുക്കുള്ളിൽ ഒരുമയുണ്ടാകും. ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും, ദൈവത്തിൻ്റെ മനസ്സും എൻ്റെ മനസ്സും തമ്മിൽ ഒരുമയുണ്ടാകും എന്നതിൽ സംശയമില്ല. മാത്രമല്ല, വളരുന്ന വിശ്വാസമുണ്ടാകും. വൺ മൈൻഡ് മാത്രമല്ല, ഗ്രോയിങ് ഫെയ്ത്ത് ഉണ്ടാകും. ദിനം തോറും വളരുന്ന വിശ്വാസമുണ്ടാകും. കാരണം എന്നിൽ ജീവനുണ്ട്, ദൈവത്തിൻ്റെ അംശമുണ്ട്. എപ്പോഴും ഫലോത്പാദനം എന്നിൽ ഉണ്ടാകും, എന്നിൽ വളർച്ചയുണ്ടാകും, എൻ്റെ വിശ്വാസത്തിന് വളർച്ചയുണ്ടാകും. നാൾതോറും വളർന്നുകൊണ്ടിരിക്കും. കാരണം എൻ്റെ മനസ്സിൽ ദൈവം ഉണ്ട് എന്ന സത്യം. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിനുള്ളിൽ ത്രിയേക ദൈവം ഉണ്ടാകണം. 2, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ത്രിയേക ദൈവം ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ ത്രിയേക ദൈവം ഉണ്ടാകണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം
1 അധ്യായം 14 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, വചനം ജഡമായി തീർന്നു എന്ന്. വചനം ജഡമായി തീർന്നു. ദൈവമായ വചനത്തെ ഹൃദയത്തിൽ സ്ഥാപിക്കണമെന്നാണ് രണ്ടാമതായി വേദപുസ്തകം നമ്മോട് പറയുന്നത്. വചനം സ്ഥാപിക്കുന്നിടത്ത് ദൈവമുണ്ട്. പഴയ നാളുകളിലൊക്കെ വേദപുസ്തകം വായിക്കുമ്പോൾ, പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ മോശയിലൂടെ ദൈവം നൽകിയ ന്യായപ്രമാണങ്ങൾ, അത് ഓരോ കാലഘട്ടം മാറും തോറും അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം പറയുന്നു, ഈ വചനം നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി വയ്ക്കണം. വേദപുസ്തകം പറയുന്നു, അതിന് നീ മാലയായി അണിയണം. വചനത്തെ ഹൃദയമാകുന്ന പലകയിൽ കൊത്തിവെക്കണമെന്നാണ് പറയുന്നത്. കാരണം വചനം എന്നത് ദൈവമാകുന്നു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മൂല്യതയുള്ള ഒരു ഭാഗമാണ് ഹാർട്ട്, അഥവാ നമ്മുടെ ഹൃദയം. ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവയവമാണ്, ഒരു ഓർഗൻസാണ് നമ്മുടെ ഹൃദയം. ബൈബിൾ പറയുന്നു, ദൈവവചനത്തെ നീ അതിൽ എഴുതി വയ്ക്കണമെന്ന്, അതിൽ മെമ്മറൈസ് ചെയ്ത് വയ്ക്കണമെന്ന്, അതിൽ ഫീഡ് ചെയ്ത് വയ്ക്കണമെന്ന്. നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗമാണോ ഏറ്റവും വിലപ്പെട്ടത്, അതിൽ ദൈവവചനത്തെ വയ്ക്കുക. ദൈവവചനത്തെ വയ്ക്കുക എന്ന് പറയുന്നത്, കൊത്തിവയ്ക്കുക എന്ന് പറയുന്നത്, ദൈവത്തെ അവിടെ സ്ഥാപിക്കുക. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗമെന്ന് പറയുന്നത് എൻ്റെ ദൈവമാകും. എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ദൈവമായിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്നത് ദൈവമാകണം. ജീവനുള്ള ത്രിയേക ദൈവം എന്ന സത്യമാണ്. അങ്ങനെ ഉള്ളവരുടെ ജീവിതത്തിൽ 2 അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഹൃദയത്തിൽ ദൈവത്തെ സ്ഥാപിച്ചിട്ടുള്ളവർ, ദൈവവചനം എഴുതപ്പെട്ടവരുടെ ജീവിതത്തിൽ 2 നന്മകൾ ഉണ്ടാകും. യോഹന്നാൻ 1:14 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, 1, ദൈവ കൃപ ഉണ്ടാകും. ആമേൻ. ദൈവത്തിൻ്റെ കൃപയുണ്ടാകും. ദൈവത്തിൻ്റെ വചനം എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ കൃപയുണ്ടാകും. നമുക്കറിയാം, തീ ഉള്ളിടത്ത് തീക്ക് ചുറ്റും അതിൻ്റെ ഒരു ചൂട്, ഒരു പ്രഭാവം അനുഭവപ്പെടും. ദാറ്റ് ഈസ് ടു കോൾ അസ് ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപ. നമ്മുടെ ഹൃദയത്തിൽ ദൈവമാകുന്ന തീ ഉണ്ടെങ്കിൽ ആ തീയുടെ പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ പ്രഭാവമാണ് ദൈവത്തിൻ്റെ കൃപ. ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദ ഗ്രേസ് ഓഫ് ട്രൈയൂൺ ഗോഡ്, ത്രിയേക ദൈവത്തിൻ്റെ ആ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ പറയുന്നത് കൃപയുള്ള മനുഷ്യൻ. കൃപയുള്ള വ്യക്തി എന്ന് പറയുന്നത് അവരെയാണ്. നല്ല കൃപയുള്ള കുടുംബം, ദൈവകൃപയുള്ള ദൈവത്തിൻ്റെ ആലയം, ദൈവകൃപയുള്ള ഒരു സമൂഹം. എത്ര സന്തോഷം പ്രിയമുള്ളവരെ. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, സത്യം അവരുടെ ഇടയിൽ പാർക്കും. സത്യം അവരുടെ ഇടയിൽ പാർക്കുമെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ആരുടെ ഹൃദയത്തിലാണോ ദൈവത്തിൻ്റെ വചനം കുടികൊള്ളുന്നത്, ദൈവം വസിക്കുന്നത്, അവിടെ പ്രവർത്തികളിൽ മായമുണ്ടായിരിക്കുകയില്ല. മായമില്ലാത്ത ജീവിതം, കലർപ്പില്ലാത്ത ജീവിതം, അശുദ്ധിയില്ലാത്ത ജീവിതം, ശുദ്ധിയുള്ള ജീവിതം അവർക്കുണ്ടാകുമെന്നാണ്. സത്യം അവരുടെ ഇടയിൽ പാർക്കും. വചനം കൃപയായി സത്യമായി അവതരിച്ച ഒരു മനോഹരമായ ഒരു ത്രിത്വത്തിൻ്റെ രഹസ്യത്തെയാണ് അവിടെ വെളിപ്പെടുത്തി നൽകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, 1, ദൈവത്തെ, ത്രിയേക ദൈവത്തെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. 2, നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ഏറ്റവും ഒടുവിലായി, 3-മതായി, ത്രിയേക ദൈവത്തെ നാം ആരാധിക്കണം. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയണമെങ്കിൽ, ത്രിയേക ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം? യോഹന്നാൻ 1:14 വാക്യത്തിൻ്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ് ഈ പ്രപഞ്ചത്തിന്മേലും നമ്മുടെ മേലും തലമുറകളുടെ മേലും പകർന്നിരിക്കുന്നു. അതുകൊണ്ട് നാം ജീവനോടിരിക്കുന്നു. ആയതിനാൽ നാം ഈ ത്രിയേക ദൈവത്തെ ആരാധിക്കണം. ഇത്ര അനുഗ്രഹീതമായ ധന്യമായ ജീവിതം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. ത്രിയേക ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് എന്താണ്?
ഒന്നാമതായി ത്രിയേക ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ഇടയിൽ പകരപ്പെട്ടിരിക്കുന്നത് പറഞ്ഞ് അർത്ഥമാക്കുന്നത് നമ്മുടെ ദൈവം കരുണാമയനാകുന്നു. നമ്മുടെ ദൈവം കരുണാമയനാകുന്നു, കരുണയുള്ള ദൈവം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു. നമുക്കറിയാം, ഈ പകർച്ചവ്യാധികൾ, അസമാധാനം, കഷ്ടതകളൊക്കെ നമ്മുടെ കുടുംബത്തിലൂടെ, ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ഞാനും നിങ്ങളും വീണു പോകാതിരിക്കുന്നത് പ്രിയമുള്ള ദൈവം കരുണാമയനാകുന്നു. ദൈവത്തിൻ്റെ കരുണയാണ്, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ എബിലിറ്റി അല്ല, നമ്മുടെ എലിജിബിലിറ്റി അല്ല, പകരം ദൈവത്തിൻ്റെ കരുണയാകുന്നു. കയ്പ് നിറഞ്ഞ ജീവിത അനുഭവങ്ങളുടെ നടുവിലും ദൈവം നമ്മെ നടത്തിയില്ലേ പ്രിയമുള്ളവരെ? ദൈവത്തെ നാം രുചിച്ചറിഞ്ഞിട്ടില്ല. എത്രയോ തവണ യേശുവിനെ നാം രുചിച്ചറിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അദൃശ്യനായ ദൈവം, ആ ദൈവത്തെ എത്രയോ പ്രാവശ്യം നാം രുചിച്ചറിഞ്ഞു. ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ആ ഉപ്പിനെ പിന്നെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ അനുഭവിപ്പാനായി സാധിക്കും? എപ്പോഴാണോ ആ വെള്ളം നാം രുചിക്കുന്നത്, അപ്പോൾ ഉപ്പിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകും. എത്രയോ തവണ ഈ യേശുവിനെ നാം അനുഭവിച്ച് വീഴുവാൻ പോയപ്പോൾ, അനർത്ഥം വന്നപ്പോൾ, അർദ്ധരാത്രിയുടെ നടുവിൽ, അപകടവേളകളിലൊക്കെ ഈ ദൈവം എന്നെയും നിങ്ങളെ താങ്ങിയില്ലേ? അവൻ കരുണാമയനല്ലേ? ആ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? ആ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയുമോ? മരണനിഴലിൻ്റെ താഴ്വരയിൽ നമ്മെ നടത്തിയ ദൈവം, ഈ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ നമ്മാൽ കഴിയുമോ പ്രിയമുള്ളവരെ? അതാണ് ഒന്നാമത്തെ തേജസ്. താഴ്ചയിൽ നമ്മെ ഓർത്ത കരുണാമയനായ ദൈവം, അവൻ്റെ തേജസ് നമ്മുടെ മേൽ പകർന്നിരുന്നു. 2, ത്രിയേക ദൈവം നമ്മുടെ കാവൽ വിളക്കാകുന്നു. അവൻ കരുണാമയൻ മാത്രമല്ല, അവൻ കാവൽ വിളക്കാകുന്നു. ഈ പ്രപഞ്ചത്തെ കാത്തുപരിപാലിക്കുന്ന കാവൽ വിളക്ക് ത്രിയേക ദൈവമാകുന്നു. നാം നിൽക്കുന്ന ഭൂമി താണു പോകാതെ, നാം ചരിയുമ്പോൾ വീണു പോകാതെ കാക്കുന്ന, ഈ പ്രപഞ്ചത്തെ സകലത്തെയും, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നദിയെയും സമുദ്രത്തെയൊക്കെ അതത് സ്ഥാനത്ത്, കാറ്റിനെ അതത് സ്ഥാനത്ത് നിയന്ത്രിക്കുന്ന ഒരു ദൈവം, ആ ദൈവമാകുന്നു കാവൽ വിളക്ക്. ശാസ്ത്രമല്ല ഇവയൊക്കെ താങ്ങി നിർത്തിയിരിക്കുന്നത്, മറന്നു പോകരുത്. നക്ഷത്രങ്ങൾ താഴെ വീഴാതെ, സൂര്യൻ താഴെ വീണു പോകാതെ, ഗ്രഹങ്ങൾ താഴെ വീണു പോകാതെ കാവൽ വിളക്കായി കാത്തു നിർത്തിയിരിക്കുന്നത് ശാസ്ത്രമല്ല, മനുഷ്യൻ്റെ എലിജിബിലിറ്റി അല്ല, അവൻ്റെ കഴിവോ അവൻ്റെ പ്രത്യയ ശാസ്ത്രങ്ങളോ അല്ല. പകരം വേദപുസ്തകം പറയുന്നുണ്ട്, ഇവയൊക്കെ നിർത്തിയിരിക്കുന്നത് ദൈവമാണ് കാവൽ വിളക്കായി ഇരവും പകലും ആ തേജസ് കത്തിജ്വലിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ടെന്നുള്ള സത്യമാണ്. എന്നെയും നിങ്ങളെയും കുടുംബത്തെയൊക്കെ കാത്തു നിർത്തി അതാണ്. നമ്മുടെ മൃഗജാലങ്ങളെ, നമ്മുടെ കാർഷിക വിളകളെ ഒക്കെ നിർത്തിയിരിക്കുന്നത്, വാഹനം ഓടിക്കുമ്പോൾ വീണു പോകാതെയും നടത്തുന്നതൊക്കെ കാവൽ വിളക്കായി ഈ ദൈവം നമ്മോട് കൂടെ, ദൈവത്തിൻ്റെ തേജസ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈ തേജസ്, ഈ കാവൽ വിളക്ക് ഇന്നലകളിൽ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, നിത്യതയോളം നമ്മെ നടത്തുവാൻ കഴിവുള്ളവനാകുന്നു ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, ആരാധിക്കാതിരിപ്പാൻ കഴിയുമോ? ഈ ത്രിയേക ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതിരിപ്പാൻ എന്നാൽ നിങ്ങളാൽ കഴിയുമോ? പ്രിയമുള്ളവരെ, നാം അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നില്ല എങ്കിൽ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നില്ല എങ്കിൽ, അവൻ ഏറ്റവും താണ മൃഗത്തിന് തുല്യമായി മാറ്റപ്പെടുന്നില്ലേ എന്ന് ചിന്തിക്കുക. കാരണം വേദപുസ്തകം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ ചത്തുപോകുന്ന മൃഗത്തിന് തുല്യമത്രേ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ ചത്തുപോകുന്ന മൃഗത്തിന് തുല്യമത്രേ. ഈ ദൈവത്തെ ആരാധിക്കാതിരിപ്പാൻ നമ്മാൽ കഴിയുമോ? കരുണാമയനായ ദൈവം, കാവൽ വിളക്കായ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ, ഈ 30-ാം തീയതി പ്രഭാതത്തിൽ നമ്മെ വിളിക്കുകയാണ്. കം ആൻഡ് വർഷിപ്പ് ദ ട്രയൂൺ ഗോഡ്. ത്രിയേക ദൈവത്തെ വന്ന് ആരാധിക്കുവൻ. കാരണം നിങ്ങളുടെ പുറകിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ നടത്തിയ വിധങ്ങൾ ഏറെയാണ്, നിങ്ങളെ പരിപാലിച്ച വിധങ്ങൾ ഏറെയാണ്. കാലുകൾ വഴുതാതെ നിങ്ങളെ ദൈവം കാത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും, എനിക്കെൻ്റെ അപ്പനും അമ്മയും ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ മക്കളുണ്ട്, വാഹനങ്ങളുണ്ട്, ഇരുനില കെട്ടിടമുണ്ട്,
ചെറിയൊരു കുടിലുണ്ട്, എനിക്ക് ഇത്രയധികം വസ്തുവുണ്ട്, ഇത്രയധികം ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇതൊക്കെ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആമേൻ. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എനിക്ക് ഒന്നുമില്ലാതിരിക്കുമ്പോഴും ശ്രേഷ്ഠമായ ഒരു പങ്കെനിക്കുണ്ട്. ജീവനുള്ള ദേശത്ത് നല്ല പങ്കായ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിലുണ്ട് എന്ന തിരിച്ചറിവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ, ആമേൻ, ദൈവത്തിൻ്റെ നാമം നിങ്ങളാൽ മഹത്വപ്പെടുകയാണ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുക. അനുദിനമായ ജീവിതയാത്രയിൽ ഓരോ ചുവട് നാം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ഈ ദൈവ സാന്നിധ്യം തിരിച്ചറിയുക. അപ്രകാരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ നിലകളിലും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സമാധാനം, കർത്താവിൻ്റെ കൃപ അനുദിനം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കൃപയും കരുണയും കാവൽ വിളക്കായി നമ്മുടെ ജീവിതത്തിൽ അന്ത്യത്തോളം തുടരുകനെ ചെയ്യും. അപ്രകാരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും കാത്ത് സഹായിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ ത്രിയേക ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മഹോന്നതൻ, ആരിലും ഉന്നതനായ ദൈവം, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ത്രിത്വമായ ദൈവം, ആമേൻ, സ്തോത്രം കർത്താവ്. പ്രപഞ്ചത്തിൻ്റെ സകലത്തിലും ഭരിച്ചു വാഴുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പാതാരംഭത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവ്. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ കർത്താവ്. ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ നാഥ അങ്ങയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കരുണാമയനായ കാവൽ വിളക്കായ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നേറി ചെല്ലുവാൻ നിത്യതയോളം വരെ, അവസാന ശ്വാസം വരെ ദൈവം ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ. തുടർന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് 414 ഗാനം, ആരാധനയുടെ ആത്മാവുണരട്ടെ, ജനമെല്ലാം മറന്ന് നാഥനെ വാഴ്ത്തട്ടെ എന്ന ഗാനം നമുക്കെല്ലാവർക്കും കരമടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയുടെ ആത്മാവുണരട്ടെ, ജനമെല്ലാം മറന്നു നാഥനെ വാഴ്ത്തട്ടെ. നാവിൽ നവനവഗാനങ്ങളുമായി ഉണർന്നു പാടട്ടെ. നാവിൽ നവനവഗാനങ്ങളുമായി ഉണർന്നു പാടട്ടെ. ആരാധനയുടെ ആത്മാവുണരട്ടെ. സ്വർഗം വെടിഞ്ഞു മണ്ണിൽ നടന്നു മണ്ണിനെ വിണ്ണാക്കിയോ. സ്വർഗം വെടിഞ്ഞു മണ്ണിൽ നടന്നു മണ്ണിനെ വിണ്ണാക്കിയോ. അവൻ പിൻപേ നടന്നു ചൊല്ലാം നമുക്കു സാക്ഷികളായിടുവാൻ. അവൻ പിൻപേ നടന്നു ചൊല്ലാം നമുക്കു സാക്ഷികളായിടുവാൻ. ആരാധനയുടെ ആത്മാവുണരട്ടെ. ജനപാപം ചുമന്ന രോഗം വഹിച്ചു ക്രൂശിൽ തകർന്നവൻ. പാപം ചുമന്നു രോഗം വഹിച്ചു ക്രൂശിൽ തകർന്നവൻ. പുതുജീവൻ പകർന്നു നൽകാൻ ഉയർത്തു നമുക്കായി ജീവിക്കുന്നു. പുതുജീവൻ പകർന്നു നൽകാൻ ഉയർത്തു നമുക്കായി ജീവിക്കുന്നു. ആരാധനയുടെ ആത്മാവുണരട്ടെ. മേഘത്തേറി വേഗം വരുന്ന നാഥനെ എതിരേൽക്കുവാൻ. മേഘത്തേറി വേഗം വരുന്ന നാഥനെ എതിരേൽക്കുവാൻ. നമുക്കെല്ലാം ഉണർന്നു
ഉണർന്നു ദീപം തെളിച്ചു കാഹളം കാതോർത്തിടാം. നമുക്കെല്ലാം ഉണർന്നു ദീപം തെളിച്ചു കാഹളം കാതോർത്തിടാം. ആരാധനയുടെ ആത്മാവുണരട്ടെ, ജനമെല്ലാം മറന്നു നാഥനെ വാഴ്ത്തട്ടെ. നാവിൽ നവനവഗാനങ്ങളുമായി ഉണർന്നു പാടട്ടെ. നാവിൽ നവനവഗാനങ്ങളുമായി ഉണർന്നു പാടട്ടെ. ആരാധനയുടെ ആത്മാവുണരട്ടെ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ ദൈവത്തിന്റെ കൃപാനുഗ്രഹം നന്മ വാഴ്വ് നിങ്ങളെല്ലാവരോടും ഇന്നും ഒന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ.